നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് കട്ടപ്പന എസിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. CPM മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി ഉൾപ്പെടെ അന്വേഷിക്കും. തെളിവുകൾ ശേഖരിച്ച ശേഷമേ കൂടുതൽ വകുപ്പുകൾ ചേർക്കൂ ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പ്രതികരിച്ചു. സുബിൻ തോമസ് ചിരിയാണ്. സുബിൻ, ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? നിലവിൽ ഇന്നലെയാണ് ഈ ഒരു കേസുമായി സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി കട്ടപ്പന ACP ആണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത്. കട്ടപ്പന ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. ഇതിൽ 2 CIമാരുണ്ട്. കട്ടപ്പന CIയും അതുപോലെ തന്നെ തങ്കമണി CIയും ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകും. ഇവരുടെ കീഴിൽ 9 ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളത്. ആദ്യഘട്ടം എന്നോണം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഇടുക്കി SP നേരിട്ടെത്തി അന്വേഷിച്ചറിഞ്ഞു. ഇടുക്കി SP TK വിഷ്ണു പ്രതാപും അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘവും ഇന്ന് ആദ്യ യോഗവും ചേർന്നിരുന്നു. കട്ടപ്പനയിൽ യോഗവും ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ അന്വേഷണം ഏത് രീതിയിലാണ് പ്രാഥമികമായ നിലവിൽ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു വിശദീകരണം SP നൽകിയത്. നിലവിൽ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പ്രാഥമികമായ അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ ഈ സാബുവിന്റെ ഫോണും നിലവിൽ ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥർ വാങ്ങിയിട്ടുണ്ട്. ഈ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും CCTVകളും പരിശോധിച്ച ശേഷം ഇതിലെ അസ്വാഭാവികതയും മറ്റും ഉൾപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ മറ്റ് അന്വേഷണത്തിലേക്ക് കടക്കുക. ഇതിനുശേഷം നാളെ മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ വിളിച്ച് അതിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ മുതൽ വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുബിൻ, അത്തരത്തിൽ അന്വേഷണം ആരംഭിക്കുമ്പോഴും ഈ ആരോപണ വിധേയർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടികൾ ഉണ്ടാക്കാനാണ് സാധ്യത? പ്രത്യേകിച്ച് ഭരണതലത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം അത്തരത്തിൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. കാരണം CPM നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഷി അഗസ്റ്റിനടക്കം ഇതുവരെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് കുറ്റക്കാർക്ക് എതിരെ കൃത്യമായ ആരോപണങ്ങളുണ്ട്. തെളിവുകളടക്കം കുടുംബം പുറത്തുവിടുമ്പോഴും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുതാര്യമായ നീതിയുക്തമായ അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാമോ? നിലവിൽ ഈ ഒരു അന്വേഷണത്തിൽ കുടുംബം 100% ആത്മാർത്ഥ അല്ലെങ്കിൽ നീതി പുലർത്തുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നീതി പുലർത്തുമെന്നൊരു വിശ്വാസത്തിലാണ് കുടുംബം. ആദ്യഘട്ടത്തിൽ ഈ ഒരു അന്വേഷണം പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് കുടുംബവും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഇതിനുശേഷം ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ മറ്റ് ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട പ്രത്യേക പരാതി നൽകുമെന്നുള്ളതാണ് ഇന്ന് രാവിലെ സാബുവിന്റെ ഭാര്യ നമ്മളുമായി പങ്കുവച്ചത്. അത്തരത്തിൽ നിലവിൽ പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് അവരും പറയുന്നത്. പക്ഷേ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായാൽ മറ്റ് ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്തായാലും പോലീസ് പറയുന്നത് തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമേ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നിലവിൽ ഇതുവരെ അതായത് ഈ വ്യക്തമായ തെളിവുകളെല്ലാം തന്നെ ഉണ്ടായിട്ടും, അതായത് ഫോൺ സംഭാഷണമുണ്ട്, ആത്മഹത്യാ കുറിപ്പിൽ ഏതൊക്കെ വ്യക്തികളാണ് മാനസികമായി തന്നെ പീഡിപ്പിച്ചതെന്ന് സാബു രേഖപ്പെടുത്തുന്നു. അത്തരത്തിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഇതുവരെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് മൊഴിയെടുത്ത് മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഈ കൂടുതൽ വകുപ്പുകൾ ചേർക്കൂ എന്നുള്ളൊരു വിശദീകരണമാണ് ഇന്ന് വിഷ്ണു പ്രദീപം നൽകിയിട്ടുള്ളത്. അതേസമയം പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും എല്ലാം തന്നെ ഈ ഒരു ആരോപണ വിധേയരായിട്ടുള്ള VR സജി ഉൾപ്പെടെയുള്ള ബാങ്ക് ജീവനക്കാരായിട്ടുള്ള ആളുകളെല്ലാം വെള്ളം പൂശുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അവർ അത്തരത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകോപനപരമായോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളല്ല എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായി വന്നതാണ്, സംസ്ഥാന ഭാഷയിൽ വന്നതാണ്. അത് എന്തായാലും അന്വേഷണ വിധേയമാക്കട്ടെ എന്നുള്ളൊരു നിലപാട് മാത്രം അവർ സ്വീകരിക്കുന്നു. മറ്റു തലത്തിലേക്ക് പോകുമ്പോൾ ഈ ബാങ്ക് ജീവനക്കാർക്കും അതുപോലെ തന്നെ VR സജിക്കും അനുകൂലമായ കൃത്യമായ നിലപാട് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവരുമായി ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 3 ദിവസത്തിന് ശേഷം, അതായത് ഇത്തരത്തിൽ ഈ സാബു ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് സ്ഥലം MLAയും അതുപോലെ തന്നെ മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ വീട്ടിൽ സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ 2 ദിവസവും, അതായത് ഈ
സംഭവം നടന്ന ദിവസവും അതിന് തൊട്ടടുത്ത ദിവസം സംസ്കാരം നടന്ന ദിവസവും മന്ത്രി ഇടുക്കി ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ വീട്ടിലേക്ക് എത്താനോ ആ കുടുംബത്തിനൊപ്പം നിൽക്കാനോ മന്ത്രി തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം മൂന്നാം ദിവസം ഇന്ന് 10:30യോടുകൂടിയാണ് മന്ത്രി ആ വീട്ടിലെത്തുകയും ആ കുടുംബത്തെ സന്ദർശിക്കുകയും താൻ കുടുംബത്തോടൊപ്പമാണ്, അതിന് നീതിയുക്തമായ ഉതകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുമെന്നുള്ള ഒരു കാര്യവും മന്ത്രി വന്ന് പറയുന്നത്. അതിനുശേഷം ഏത് സാഹചര്യത്തിലാണ് ഈ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം അലസമായ മറുപടി പറയുന്നത്, അല്ലെങ്കിൽ വളരെ ലജ്ജിപ്പിക്കുന്ന മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചങ്ങനാശ്ശേരിയിൽ പിതാവിന്റെ റിസപ്ഷനിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നതിനാലാണ് താൻ പോയത് എന്നൊരു മറുപടിയാണ് മന്ത്രി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു മരണത്തെ പോലും മന്ത്രി കണ്ടത് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കുടുംബത്തോടൊപ്പം എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ലജ്ജിപ്പിക്കുന്ന മറുപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും നിലവിൽ ഈ ഒരു അന്വേഷണവുമായി സഹകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ മറ്റു നടപടികൾ സ്വീകരിക്കാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.